അപ്പുവിന് വേണ്ടി നമുക്ക് ഒന്നും കൂടെ സംസാരിച്ച് നോക്കിയാലോ? രേവതി, നടക്കാത്ത കാര്യത്തിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. തൽക്കാലം നമുക്ക് കിടക്കാം, അതാ നല്ലത്. എന്നെ വിടാനല്ലേ പറഞ്ഞത്. ഇപ്പൊ എന്തിനാ നിങ്ങൾ ഈ സ്നേഹം കാണിക്കുന്നത്? നിങ്ങൾ ഒരൊറ്റ ഒരാൾ കാരണം എന്റെ ജീവിതം ഇങ്ങനെ ആയത്. അപ്പൊ നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? അമ്മ പറയണൊന്ന് കേക്ക്. പൊന്നു മോനെ, അമ്മ പറയണൊന്ന് കേക്കടാ. എനിക്ക് ഒന്നും കേക്കണ്ട പ്ലീസ്. നിങ്ങൾ എന്റെ മുന്നിൽ നിന്നൊന്ന് പോയി തന്നാ മതി. രേവതി, നീ വന്നേ. അവനെ കുറച്ചൊരു ഒറ്റയ്ക്ക് വിട്, അതാ നല്ലത്. ഏട്ടാ, നിങ്ങളിത് എന്താ പറയുന്നത്? ഈ അവസ്ഥയിൽ അവനെ ഒറ്റയ്ക്ക് ഇടാനോ? എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇപ്പഴേ പറയാം, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അമ്മ പറയണൊന്ന് കേക്ക് മോനെ. നിങ്ങൾ ഇപ്പൊ ഈ റൂമിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ജീവനോടെ കാണൂല. അച്ഛാ, അമ്മയെ വിളിച്ചു പൊക്കോ, അതാ നല്ലത്. പോവാനല്ല അച്ഛാ പറഞ്ഞത്. അച്ചു, ആ ഡോർ ലോക്ക് ചെയ്ത് അവനും കൊണ്ട് നിന്റെ റൂമിലേക്ക് ചെല്ല്. അപ്പോ നീ പോക്കെയല്ലേ? എനിക്കറിയില്ല ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. എനിക്കറിയില്ല. അവൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നപ്പു, നീ ഈ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ മനസ്സ് നിറയുന്ന വേറൊരുത്തിയോട് സ്നേഹം, നിന്റെ പ്രവൃത്തി മറ്റൊരുത്തിയോടും. ഇത് എന്താടാ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എങ്ങനെ തല കറങ്ങി വീണത്? ഞാൻ തല കറങ്ങി വീണതോ? ചേട്ടാ, നിനക്കൊരു കാര്യം അറിയോ? റൂമിൽ കാണുന്ന സകല ഫോട്ടോസില് ഞാൻ കണ്ട മുഖം ഭദ്രയുടേതാ. അതെങ്ങനെ വന്നെന്ന് എനിക്ക് അറിയില്ല. പെട്ടെന്ന് അവളെ കണ്ടപ്പോ ആ ഒരു ഷോക്കിൽ തല ഇറങ്ങി പോയതാ, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോ നിന്റെ ജീവിതം വേറെ, ഭദ്രയുടേത് വേറെ. നിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും നീ ഭദ്രയെ വിളിച്ച് കയറ്റരുത്. ഞാനത് ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? പറ, ഞാനത് ചെയ്ത് നിനക്ക് തോന്നുന്നുണ്ടോന്ന്? എന്റെ തോന്നലിന്റെ പുറത്ത് വിളിച്ച് പറയല്ല ഞാൻ. എനിക്ക് നിന്നെ പേടിയാ. നീ എന്താ ചെയ്യുന്നത് നിനക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയണതാ, ആ പെൺകുട്ടി ഒരു കാരണവശാലും നിന്റെ ജീവിതത്തിലേക്ക് വലിച്ചിടരുത് നീ. അമേക് ഒരു കാര്യം മനസ്സിലാക്കണം. നഷ്ടപ്പെട്ട എന്റെ പ്രണയത്തോളം വരില്ല ഭദ്ര. അവിടെ അവക്കൊരു സ്ഥാനവും ഇല്ല. ചേച്ചി, നാളെ ബ്യൂട്ടീഷ്യൻ എപ്പോഴാ എത്തുക? അവരൊരു 6:45 എത്തുന്നാ പറഞ്ഞത്. അബി, നാളെ രാവിലെ നീ പോയി പിക്ക് ചെയ്യാനായിട്ട് അവരെ. അവർക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയില്ല. നീ നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്യ്, ഞാൻ പോയി പിക്ക് ചെയ്തോളാം. കുഞ്ഞി, ആയിഷു, നിങ്ങൾ ഡ്രസ്സ് ഷേപ്പ് ആക്കാനൊന്നുമില്ലല്ലോ? ഒക്കെ റെഡി അല്ലേ? ആ ചേച്ചി, അതൊക്കെ സെറ്റാണ്. എന്നാലും എന്റെ കുഞ്ഞി, ഡ്രസ് കോഡ് എടുക്കണം എന്നൊക്കെ വലിയ വീരവാദമാക്കി പോയിട്ട് അവിടെ എത്തിയപ്പോ രണ്ടുപേർക്കും ഡിസ്പ്ലേയിലിട്ട് 2 ഡ്രസ്സ് അങ്ങ് ഇഷ്ടപ്പെട്ടു, അതെടുത്തു പോകുന്നു. ഇവരെ പ്ലാനിങ് ആകെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇന്നിവിടെ മൊത്തത്തിൽ കളറാകുന്നു. എൻഗേജ്മെന്റ് ഡ്രസ് കോഡ് വേണ്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ തീരുമാനിച്ചു. ഇനി ഡ്രസ് കോഡ് കല്യാണത്തിന് വെക്കും. പ്ലാൻ ചെയ്യുന്നു മൂഞ്ചുന്നു, പ്ലാൻ ചെയ്യുന്നു മൂഞ്ചുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ പോടെ ചേട്ടൻ തേണ്ടി. നിനക്ക് കിട്ടേണ്ടൊക്കെ കിട്ടിയില്ലേ? എന്നാ വാ. ഒരു കൂട്ടര് 10:30 പറഞ്ഞിട്ടുണ്ട്, മറ്റവര് 11:15 പറഞ്ഞത്. കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക്. അച്ചു, എന്തു പറ്റി? നിന്റെ മുഖത്തൊരു വൈറ്റ് ക്ലബ്യോ? ചെക്ക മിണ്ടാതിരുന്നു. ടെൻഷൻ അടിച്ചിട്ട് കയ്യും കാലൊക്കെ വിറയ്ക്കുന്നു.
ആ നിങ്ങൾ എത്തിയോ? വന്നതല്ല നിൽക്കാതെ അകത്തേക്ക് കയറി. എവിടെ മോളെന്തേ? അവരുടെ ഒരുക്കൊന്നും കഴിഞ്ഞിട്ടില്ല, അവരൊരുങ്ങിക്കൊണ്ടിരിക്കുക. അച്ചു, നീ ടെൻഷനൊക്കെ മാറിയോ? നീ എന്തിനാടാ അത് ഇടക്കും തലക്കും എന്നെ ഓർമ്മിപ്പിക്കുന്നത്? അമ്മ ഇന്ന് ഞാൻ പോയി ചേച്ചിമാരെ കണ്ടിട്ട് വരട്ടോ. എടാ അച്ചു, നീ വാ, നമുക്ക് ചേച്ചിയൊന്ന് പോയി കണ്ടിട്ട് വരാം. ഞാനത് അങ്ങോട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചെന്ന്. എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ വാ, നമുക്ക് നല്ല ഇവിടുന്ന് മുങ്ങാം. ആരിത്? എന്റെ വലിയ ചേട്ടനോ? ചേട്ടാ സുഖല്ലേ? അതെന്താടി, നിനക്ക് എന്നെ അവിടെ കാണുന്നില്ലേ? സോറി ചേട്ടാ, ചേട്ടൻ ഒരുപാട് വലുതായോണ്ട് കണ്ണു പെട്ടില്ല. ഇതേതാ പുതിയൊരു ഐറ്റം? പുതിയതല്ല ചേട്ടാ, ഞാനിവിടെ ഓൾറെഡി ഉള്ളതാ. ചേട്ടൻ പരിചയപ്പെടാൻ നേരം വൈകിപ്പോയി. ഇവിടെ കിടന്ന് അടി വെക്കല്ലേ ഇനി രണ്ടും. കുഞ്ഞി, നിന്റെ ചേച്ചി എന്തേ? അക്കു ചേച്ചിന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മോളുടെ റൂമിലുണ്ട്. അമ്മു ചേച്ചിന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. എന്നാ അപ്പു, നീ ഇവിടെ നിൽക്ക്, ഞാനത് നോക്കിയിട്ട് വരാം. അയ്യടാ, എന്നെ ഇവിടെ പോസ്റ്റ് ആക്കിയിട്ട് മോൻ അങ്ങനെ ഒറ്റയ്ക്ക് മുങ്ങണ്ട, ഞാനും വരാം. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താടാ കാര്യം? അയ്യോ, അത് നിനക്കറിയില്ല. എങ്ങാനും തട്ടാൻ മുക്കിയാലോ, അതുകൊണ്ട് പൂച്ച അവിടെ വേണം. നിന്നോടൊക്കെ ദൈവം ചോദിക്കട്ടോ. അങ്ങനെ കൈ കിട്ടാൻ കത്തുക്കഴിഞ്ഞാൽ നീയായിട്ട് അതിനോട് അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ മാൻ. ദേവേട്ടാ, നിങ്ങളെന്താ ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വന്നത്. അയ്യോ, ആരെങ്കിലും കണ്ട ഇവിടെ ഇട്ട് നാശാക്കും. നിങ്ങൾ താഴേക്ക് ചെല്ലി, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരുമല്ലോ. ഞാൻ താഴത്തേക്കൊക്കെ പൊക്കോളാം. നീ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊണ്ട. എന്താ തന്റെ തീരുമാനം? നിങ്ങളെന്താ മനുഷ്യ പൊട്ടനാണോ? അതെല്ലാം മോളെ ഇവിടുത്തെ വിഷയം. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞു. ഇനി നീ നിന്റെ ഇഷ്ടം എന്റെ അടുത്ത് പറ. ആ മദ്രാസ് അടക്കം എവിടെ ഒന്നും കാണുന്നില്ലല്ലോ, എവിടെ പോയി? അമ്മു മോളെ. ബ്രോ, താൻ ആരെയാ നോക്കുന്നത്? നിങ്ങളാരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. അത് ശരി, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാന്നോ? നൈസ് ക്വസ്റ്റ്യൻ. ഇല്ല ബ്രോ, എനിക്ക് മനസ്സിലായില്ല. നിങ്ങളാരാ? ഇന്ന് എന്റെ ചേച്ചിന്റെയും എന്റെ അനിയത്തിന്റെ എൻഗേജ്മെന്റാ. അപ്പൊ താനാണോ ഈ അഭിഷേക്? വെയിറ്റ്, താനാണോ ഈ അഗ്നി? അതെ, അത് ഞാൻ തന്നെയാണ്. ഹലോ ബ്രോ. ബ്രോനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. എന്നെ കുറിച്ചോ? അക്കു ചേച്ചിയും അമ്മും തന്നെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ട്. തന്നെ ഒന്ന് പരിചയപ്പെടാൻ കാത്തിരിക്കുന്നു ഞാനും. ദേവി, ഇനിയിപ്പോ ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് അടി കൊള്ളേണ്ടി വരുമോ? എന്റെ തോന്നലല്ലല്ലോ ബ്രോ. ബ്രോ പറയുന്ന കാര്യത്തിലൊക്കെ എവിടെയോ എന്തോ ഒരു കുത്തല് ഫീൽ ചെയ്യുന്നേ. ഏയ്, ഞാൻ അങ്ങനെ കുത്തി പറഞ്ഞതൊന്നല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞതാ. ആണല്ലേ? എന്നാ പിന്നെ അളിയൻ ഇവിടെ നിൽക്ക്. ഞാനേ എന്റെ ചേട്ടനും ഇവിടെ ഉണ്ട്, ഒന്ന് പോയി വിളിച്ചിട്ട് വരാവേ. പൊക്കോ പൊക്കോ, കയ്യിൽ കിട്ടും, അന്നേരം ഞാൻ ശരിയാക്കിക്കോളാം. മിസ്റ്റർ അമേക്, ഞാൻ പറയണൊന്ന് കേക്ക്. നിങ്ങൾ ആദ്യം താഴേക്ക് ചെല്ല്, നിങ്ങൾ അവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ടാകും. എന്റെ പൊന്നു മോളെ, ഞാൻ പോവില്ല. നീ എന്റെ അടുത്ത് പറയാതെ ഞാൻ പോവില്ലാന്ന് പറഞ്ഞ പോവില്ല. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇഷ്ടാന്ന് പറ, എന്നാ ഞാൻ പോവാ. മിസ്റ്റർ അച്ചു, താനും ഞാനും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ വ്യത്യാസങ്ങൾക്കിടയിൽ ഒരുപാട് സ്നേഹമുണ്ട്. ആ സ്നേഹം മനസ്സിലാക്കാൻ കുറച്ചധികം ടൈം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ കടുവ എനിക്കിഷ്ടമാണ്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞോളൂ, അച്ചുവേട്ട ഐ ലവ് യു. സോ മിസ്റ്റർ അമേക് ദേവ്, വിൽ യു മാരി മീ? എന്താ മനുഷ്യ? ലിപ്സ്റ്റിക് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ ആയി. എന്നാ ദേവേട്ടാ, ഞാൻ പോവാണ്. അമ്മ കുറേ നേരം എന്നെ വിളിക്കുന്നു.
അച്ചു, നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കാമപിശാച് ഉണ്ടെന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാ അറിയണത്. നീ ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ, അത് മതി. എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട. അച്ചു, നീ അവളുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെയാ ഭാഗ്യലക്ഷ്മി, മോതിരം ഇടട്ടെ? തീർച്ചയായിട്ടും. പക്ഷേ നീ അമ്മൂനെ വിളിക്കേ. എന്താ ചേച്ചി, ചേട്ടൻ വരാത്തതിന്റെ സങ്കടമാണോ മുഖത്ത്? നമുക്ക് കല്യാണം അടിപൊളിയൊക്കെ ചേച്ചി. എൻഗേജ്മെന്റ് പോട്ടെ, കാര്യക്കണ്ട. മോളെ, ഈ ബ്രേസ്ലെറ്റ് ചേച്ചിന്റെ കൈമ കെട്ടിക്കൊടുക്ക്. അച്ഛാ, അനു എന്തേ? നമ്മൾ കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയില്ലായിരുന്നോ, അത് മുകളിലേക്ക് കൊണ്ടുവെക്കാൻ പോയിട്ടുണ്ട്. അനു മോളെ, എന്ത് പറ്റി? അതല്ല, നീ എങ്ങനെ താഴെ വീണ്? അയ്യോ പ്ലീസ് പറയല്ലേ പറയല്ലേ. അത് ഞാൻ ഈ പാവട ചവിട്ടി സ്ലിപ്പായി താഴെ വീണതാ. നിന്റെ അടുത്ത് അന്നേരേ ഞാൻ പറഞ്ഞതാ, വലുതൊന്നും വാരി വലിച്ചിട്ടോണ്ട് പോണ്ട, ചെറുതോ എല്ലാം എടുത്തോണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. എല്ലാവരും എന്നെ ഇങ്ങനെ വട്ടം കൂടി നോക്കല്ലേ, എന്തോ പോലെ ആവുന്നു. അതെ ബ്രോ, എന്നാ കുറച്ച് ഫോട്ടോസ് എടുക്കല്ലേ? അനന്തമാഷെ, ഞങ്ങൾ ഇന്നാലും ഇറങ്ങട്ടെ, പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ആ നിങ്ങൾ ഇന്ന് ഇറങ്ങിക്കോളും. കല്യാണ ഡേറ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഡേറ്റ് ഇനി മാറ്റൊന്നും വേണ്ട മാഷെ, നമുക്ക് അടുത്ത മാസം 15-ാം തീയതിന്റെ ഉള്ളിൽ നടത്താം, അതാ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കണ്ട പോലെ 10-ാം തീയതി നമുക്ക് കല്യാണം വെക്കാം. നിങ്ങൾക്കും ആ ഡേറ്റ് ഓക്കെ അല്ലേ? എന്റെ അഭിപ്രായം അത് തന്നെയാണ്, വല്ലാണ്ട് നീട്ടിക്കൊണ്ടു പോകണ്ട. നമുക്ക് 10-ാം തീയതി തന്നെ അത് ഉറപ്പിക്കാം. ഭദ്ര, താനെന്താ എന്നെ കണ്ടിട്ടൊന്നും സംസാരിക്കാത്തത്? എനിക്കിനി പ്രത്യേകിച്ച് തൻ്റെ അടുത്തൊന്നും സംസാരിക്കാനില്ല. ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്തോ? താനൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ തൻ്റെ മുന്നിൽ വരാത്തത്. ഹലോ, ആ ജതിൻ പറ. ഭദ്ര, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാണ്ടായിരുന്നു. ഹലോ ഭദ്ര, അതാരാ? എനിക്കറിയില്ല ജതിൻ അത് ആരാന്നുള്ളത്. കുറെ നേരമായി പിന്നാലെ നടക്കുന്നു. ഓ, അപ്പൊ നിനക്ക് എന്നെ അറിയില്ലല്ലേ? കാണിച്ചു തരാം. എന്തടി, നിനക്ക് എന്നെ അറിയില്ലേ? ഞാൻ ആരാ നിനക്കറിയില്ലേ? എനിക്കറിയില്ല നിന്നെ. നീ ആരാ? നീ ആരാന്ന്? നീ ഇപ്പൊ എന്തിനാ എന്റെ ഫോൺ എടുത്തെറിഞ്ഞത്? നിനക്ക് എന്റെ അടുത്ത് സംസാരിക്കാനൊന്നുമില്ല, അവന്റെ അടുത്ത് നിനക്ക് സംസാരിക്കാം അല്ലേ? അതെന്റെ ഭർത്താവാൻ പോകുന്നവരാ, അവരുടെ അടുത്ത് എനിക്ക് എന്തും സംസാരിക്കാം. നീ എന്റെ ആരാ? ഭർത്താവ് ആകാൻ പോകുന്നവരേ ആയിട്ടുള്ളൂ, ഭർത്താവല്ല അത്, കേട്ടോ? അത് ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെടാം. എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു ഡേ ആണെന്ന്. അത് നിന്നേറ്റ് കച്ചറുണ്ടാക്കി ഫോളോ ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് അഗ്നി എന്റെ മുന്നിൽ നിന്ന് പൊക്കോ. ഓ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആവല്ലേ? ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഇപ്പൊ അറിഞ്ഞല്ലോ. പ്ലീസ് എന്നെ വിട്ടേക്ക്, ഞാൻ എന്റെ കാര്യം നോക്കി പൊക്കോളാം. താൻ തന്റെ കാര്യം നോക്കി പൊക്കോ. തന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ലല്ലോ.
വിടാം. നിന്റെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ഡേ അല്ലേ? ഈ ഡേ നീ ഒരിക്കലും മറക്കില്ല കേട്ടോ. താൻ ഇത്ര ചീപ്പാണ് ഞാൻ അറിഞ്ഞില്ലടോ. ഇപ്പൊ എന്തായാലും നീ ഇതറിഞ്ഞല്ലോ, അപ്പൊ ഇനി ഇടക്കിടക്ക് നീ കാണും. അമ്മു, നീ എന്തിനാ കരയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജെവിൻ ചേട്ടൻ എൻഗേജ്മെന്റിന് വരാത്തതിന്റെ സങ്കടമാണ്. എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? ആയിഷ പറഞ്ഞ തന്നെ കാര്യം, അവനില്ലാത്തതിന്റെ സങ്കടം. അത് കാര്യമൊക്കെ കണ്ടടാ. കല്യാണം നമുക്ക് അടിപൊളിയാക്കാം. നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യ്. അവരെല്ലാരും പോയി. പിന്നുള്ളത് നമ്മുടെ വലിയ അളിയനും അവരുടെ ഫാമിലി മാത്രമല്ലേ. ഓ, നീ പറഞ്ഞത് ശരിയാ. ഈ ഡ്രസ് ഒന്ന് മാറ്റണം. ചൂടെടുത്തിട്ട് വയ്യ എനിക്ക്. ഡോക്ടർ അത് മൊത്തമായിട്ട് അങ്ങ് ഊരല്ലേ? നീ എന്താണ് ഇവിടെ? എന്താടി, നിനക്ക് അവൻ വരാത്തതിന്റെ സങ്കടമാണ്? പറയണ കേട്ടല്ലോ, അവനില്ലാത്തതിന്റെ സങ്കടം വല്ലാണ്ടുണ്ടെന്ന്. അതെനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നീ ചെയ്ത എല്ലാ കാര്യം ഒരു ദിവസം ഞാൻ എല്ലായിടത്തും വിളിച്ചു പറയും. ഇപ്പൊ തന്നെ പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ അതങ്ങ് പറഞ്ഞു തീരുമ്പോ നിന്റെ ചേച്ചിയുടെ കയ്യിലിട്ട റിങ് ഞങ്ങൾ ഇങ്ങ് ഊരും. നിന്റെ ചേച്ചി ഇവിടെ കരച്ചിലും വീഴ്ചിലും അങ്ങ് നടക്കും. അത്രേ ഉണ്ടാവുള്ളൂ. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുന്നു? നിന്നെ പോലെയല്ല നിന്റെ ചേട്ടൻ എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ അപ്പു ബന്ധം വേണ്ടാന്ന് നിൽക്കും. അത് നിന്റെ തോന്നലാ മോളെ. അവരിപ്പോ ഒരു മനസ്സും ഒരു ശരീരവുമാണ്. അഗ്നി, നിനക്ക് എന്താ വേണ്ടി? പറ, നിനക്ക് എന്താ വേണ്ടത്? നിന്നെ വേണമെന്നുള്ള ക്ലീഷ ഡയലോഗ് ഞാൻ അടിക്കൂല. കാരണം എനിക്ക് നിന്നെ വേണ്ട. പിന്നെ എന്തിനാ നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഐ ഡോണ്ട് നോ. Are you mad? Maybe that's the truth. ഭദ്രാലക്ഷ്മി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഇതുവരെ നിന്നെ വേണ്ട. ഇതുവരെ എനിക്ക് നിന്നെ ആവശ്യമില്ല. ഇനി എങ്ങാനും നിന്നെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വേറെ ഒരുത്തനും വിട്ടുകൊടുക്കൂല. എന്ന് വെച്ച് എനിക്ക് നിന്റെ അടുത്ത് ദിവ്യപ്രേമൊന്നും അല്ലട്ടോ. എനിക്ക് നിന്റെ അടുത്ത് തോന്നുന്ന ഈ ഫീലിങ്സ് അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെന്നറിയാത്തൊരു അറ്റാച്ച് അത് നിന്റെ അടുത്തുണ്ട്. ഐ തിങ്ക്. അപ്പോ എന്താ ചേട്ടാ? ഞങ്ങളെല്ലാരും നിന്നെ കത്തിക്കുക. നമുക്ക് പോണ്ടേ? ആ ചേട്ടാ, ഞാനിതാ വരുന്നു. ഡോക്ടർ ഭദ്രാലക്ഷ്മിക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കട്ടെ. അപ്പോ കുറെ നേരം ഞങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. നീ വന്നേ. അപ്പൊ പിന്നെ ഡോക്ടർ ഭദ്രേ, ചേട്ടൻ പോട്ടെ. എന്താ കുട്ടിയുടെ പേര്? എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് കിഷോർ. കുട്ടീന്റെ പേര് പറ. എന്റെ പേര് അഭിഷ. എല്ലാരും എന്നെ ആയിഷ എന്ന് വിളിക്കും. എന്നാ നമ്പറൊന്ന് തന്നെങ്കിൽ ഫ്രീ ആകുമ്പോ ഒന്ന് വിളിക്കായിരുന്നു. അതിനെന്താ ചേട്ടാ, ഞാൻ തരാലോ. ആരാ നീ? ഏതാടാ? ഞാൻ ഈ കുട്ടിയെ കല്യാണം വയ്ക്കാൻ പോകുന്ന ആളാ. താനാരാ? ഓ, എനിക്ക് ഇങ്ങനൊരു അഴിയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിയാൻ ഒരുപാട് വൈകിപ്പോയി. ചേട്ടാ, അത് അവളുടെ ചേട്ടനാ. ഓ ആണോ? എന്നാ ഞാൻ അങ്ങോട്ട്. എങ്ങോട്ട്? അല്ല, എൻ്റെ വീട്ടിലേക്ക് 5 മിനിറ്റ് ടൈം തരും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നീ വീട് വിട്ട് ഇറങ്ങിയ നിന്നെ ഞാൻ കൊല്ലാണ്ട് വിടും. എന്തിനാ ചേട്ടാ 5 മിനിറ്റ് ഒക്കെ? 3 സെക്കൻഡ് മതി. ഞാൻ ഈ പഞ്ചായത്ത് വീട്ടിലെ പോകൂലേ. രണ്ടും അവിടെ നിന്നേ. അയ്യോ ചേട്ടാ, അത് എന്റെ അല്ല. ഇത് നമ്മുടെ കുഞ്ഞിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന്റെ നമ്പർ വേണമെന്ന് പറഞ്ഞു, അല്ലാണ്ട് എന്റേതല്ല. ആണോ കുഞ്ഞ്? ആ, അങ്ങനെ കുറച്ച് കാലം എന്റെ വയറ്റിൽ നടക്കുന്നു. എന്റെ അടുത്ത് ഇഷ്ടമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവന്റെ മൂക്കും മുഖം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രണ്ടിന്റെ തലയിലുള്ള മുട്ടത്തോടെടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് രണ്ടിന് പ്രേമിക്കാൻ മുട്ടി നടക്കുന്നു. ഇനി എന്ത് തേങ്ങ നോക്കിയേക്ക്? കേറി പോകാനല്ലേ പറഞ്ഞത്? ഹലോ മിസ്റ്റർ. ഇനി നിനക്കെന്താ വേണ്ടത്? ഹായ്, ഹലോ.
ആരാടെ എന്നെ താഴേക്ക് തള്ളിയിട്ടത്? അതെ കുട്ടി, അറിഞ്ഞും കൊണ്ട് ചെയ്തതല്ല. അത് ആരാതെ പറ്റിപ്പോയത്. അവിടെ നിന്ന് ഓടി വന്നപ്പോ കുട്ടി വരുന്നത് ഞാൻ കണ്ടില്ല. എന്തായാലും ഞാൻ നല്ലൊരു വീഴ്ച വീണത്. താഴെ എനിക്ക് എന്റെ നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണമെങ്കിൽ തരാം. കുട്ടി പറ, എന്താ വേണ്ടേ? സമയമാകുമ്പോ ഞാൻ ചോദിച്ചോളാം, ഇപ്പോഴല്ല. അപ്പൊ ഈ കണക്ക് ഇവിടെ വെച്ച് നിർത്താൻ താല്പര്യമില്ലല്ലേ? ഒരിക്കലും ഇല്ല. എന്നാ പിന്നെ കുട്ടി പൊക്കോ. കുട്ടിക്ക് കണക്ക് ക്ലിയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാകുമ്പോ വന്നാ മതി. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാകും. അമ്മോ, എന്ത് പറ്റിയടാ? കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കാറ്. ഞാൻ നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ചോദിക്കാം. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നീ ഒരുമാതിരി മൂഡ് ഓഫ് ആണല്ലോ. എന്താ, നീയും ജിതിനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? ഞങ്ങള് ഹാപ്പി അല്ലേ, ഒരു കുഴപ്പമില്ലടാ. എന്താടി, കാര്യം പറ. നിനക്ക് വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വേറെ എന്തെങ്കിലും പ്രശ്നം നിനക്കുണ്ടോ? നിന്റെ പൊന്നബി, നീ ഇത് എന്തൊക്കെയാ ചോദിക്കുന്നത്? നിനക്ക് എന്നെ കണ്ടിട്ട് എനിക്ക് കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ടോ? 2 ദിവസമായിട്ട് മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. അതാ ഹോസ്പിറ്റലിൽ കുറച്ച് വിഷയം കൊണ്ടാ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെ വല്ല കള്ളത്തരം ഉണ്ടോന്ന് അറിഞ്ഞ മോളെ, നിന്റെ എല്ലും തകും ഞാനങ്ങ് ഊരിയെടുക്കും. ഓ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ പോവാൻ നോക്കട്ടെ. ഇനി നിന്നാ ശരിയാവില്ല. നിക്ക്, ഞാൻ നിന്നെ കൊണ്ടാക്കാം. എനിക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അമ്മ ഇങ്ങോട്ട് രാവിലത്തെ ചൂലൊക്കെ ഇട്ട്. ഞാൻ അപ്പുവിന്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാ. നീ പോരണോ? പിന്നെ വിളിക്കണൊക്കെ കേട്ടാൽ എന്താന്നാ കറങ്ങാൻ പോകുന്ന വയ്ക്കുക. ക്ലീൻ ചെയ്യാനല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി. എന്നെ കൊണ്ടൊന്നും വയ്യ. അല്ല, അപ്പു എന്തേ? അവനവിടെ ഇല്ലേ? അവൻ കുറച്ചു മുന്നേ അങ്ങ് പുറത്തേക്ക് പോയെന്ന. ഇന്നിപ്പം ഞാരെ തല കയറാൻ പോയതാണോ? അമ്മ, നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള പ്രശ്നം പറഞ്ഞു തീർത്തൂടെ? എന്തിന് ഇത്രയും കാലത്തോളം മിണ്ടാതെ നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു? എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, നിന്റെ പിന്നാലെ അനിയൻ സമ്മതിക്കണ്ടേ? ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവൻ നാലെണ്ണം തിരിച്ചിങ്ങോട്ട് പറയും. അപ്പൊ പിന്നെ എനിക്ക് മിണ്ടാതാക്കാൻ പറ്റുമോ? ആ ഒരു കാര്യത്തിൽ അവനെക്കാളും തികഞ്ഞത് അമ്മയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ അനിയനെ വല്ലാതെ കുറ്റം പറയണ്ട. നീയേ ഇവിടെ ഇരുന്ന് നിന്റെ കാമുകിയെ വിളിച്ചു വെക്ക്. ഞാൻ പോട്ടട്ടാ, എനിക്ക് അവൻ വരുമ്പോഴത്തേക്ക് റൂം ക്ലീൻ ചെയ്യണം. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഈ റൂമിൽ കയറരുതെന്ന്? നിന്റെ അടുത്ത് ഞാനും പറഞ്ഞതാണ്, ഇതെന്റെ വീടാണ്, എനിക്ക് ഇവിടെ എവിടെ വേണമെങ്കിൽ കയറി വരാം, എന്തും ചെയ്യാന്നുള്ളത്. പിന്നെ നീ എന്തിനാ നിങ്ങൾ ഇടക്കും തിരക്കും ചോദിക്കേണ്ട ആവശ്യം? എനിക്കൊരു കാലത്ത് സമാധാനം തരില്ല എന്നുള്ളതാണോ നിങ്ങൾ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ ശബ്ദം? സമാധാനം ഓരോരുത്തരുടെ പ്രവൃത്തിയിൽ കിട്ടണതാ. എല്ലാരുടെ അടുത്തേക്കും പാഞ്ഞു കയറുന്ന നിനക്ക് എങ്ങനെ സമാധാനം കിട്ടാനാ? കുറച്ചൊക്കെ കർമ്മബലം ഉണ്ടാകും. മിസ്സസ് വർമ്മ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റം നിങ്ങൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സങ്കടപ്പെടുത്താൻ പറ്റുന്നതിന്റെ അങ്ങേ അറ്റം നിങ്ങൾ എന്നെ സങ്കടപ്പെടുത്തുന്നുമുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നീ ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. നിന്നെങ്ങനെ ഇറിറ്റേഷനെ സങ്കടപ്പെടുത്തുമ്പോൾ എനിക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ട്. എന്താ, അത് മതിയോ? ഞാനൊന്ന് വിചാരിച്ചാ നിങ്ങളുടെ മനസ്സമാധാനം എന്നേക്കും ഒറ്റയ്ക്ക് കെടുത്താൻ കഴിയും. അതൊക്കെ നീ ചെയ്യാത്തത് അച്ഛനോർത്തിട്ട് മാത്രമാണ്. എന്റെ എന്ത് മനസ്സമ്മതം നീ കെടുത്തുന്നു? ഏറെ കൂടെ നീ അവളെങ്ങ് വിളിച്ചിറക്കി കൊണ്ടുവരും, അതെല്ലാം ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും നടക്കൂലല്ലോ. ഞാൻ വിളിച്ചാൽ അവള് വരും എന്നുള്ളത് എനിക്കറിയാം. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന നിങ്ങൾ അവളെ ഇവിടെ കേറ്റും എന്നുള്ളത് എനിക്കറിയാം. ഈ സ്വപ്നം ഉണ്ടല്ലോ, പകൽ സ്വപ്നം, അതുപോലെ തോന്നും. അവൾ ഈ വീടിന്റെ പടി ചവിട്ടൂല. നീ അവളെ വിളിക്കാനാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് വെച്ചാ പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു മോൻ എനിക്ക് ഇല്ലാന്നാണ് വിചാരിക്കും. അത്ര തന്നെ. നിങ്ങൾക്ക് എന്താ അവളുടെ അടുത്തേക്ക് ഇത്ര ദേഷ്യം? അവൾ നിങ്ങൾ എന്താ ചെയ്തത്? അതെനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയണത് ഒന്ന് കേൾക്കാം പ്ലീസ്. എനിക്ക് വേണം അവളെ. അവളില്ലാണ്ട് എനിക്ക് പറ്റില്ല. അഗ്നി, നീ എന്റെ മുന്നിൽ കിടന്ന് എത്ര കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. അവള് നിന്റെ ലൈഫിൽ വരില്ല. നിന്റെ ലൈഫിലേക്ക് അവള് വരാൻ എങ്ങനെ ശ്രമിച്ചാലും അതിന് ഞാനൊരു തട അവിടെ ഇട്ടു. അമ്മ പ്ലീസ് അമ്മ, എനിക്ക് അവളെ വേണം. അവളെ കിടന്ന് നീറുവോ? എനിക്ക് അവളില്ലാതെ പറ്റില്ല അമ്മ. 1.5 വർഷമായി നിന്റെ നാവെന്ന് എന്നെ അമ്മ എന്ന് വിളിച്ചിട്ട്. അത് നീ അവക്ക് വേണ്ടിട്ട് എന്നെ അങ്ങനെ വിളിക്കുന്നു. നീ അറിഞ്ഞവളല്ല അവൾ. അവളെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ അവള് വേണ്ട. ഇതിന് നല്ലതൊരു കുപ്പി വിഷം അങ്ങ് വാങ്ങിച്ചിട്ടാ ഞാൻ ഇരുന്ന് സന്തോഷത്തോടെ കുടിച്ച് നിങ്ങളെ മുന്നിൽ കിടന്ന് ഇല്ലാണ്ടായി തീരാ. ഓക്കെ, പുറത്ത് പോകുമ്പോ ഞാൻ പ്രത്യേകം ഒന്ന് നിനക്ക് പറഞ്ഞു വാങ്ങിക്കാം. വരുമ്പോ ചായയിലോ സൂപ്പിലോ എന്തിലാച്ച ഞാൻ കലക്കി വെക്കാം. എടുത്ത് നീ കുടിച്ചാൽ മതി കേട്ടോ.
നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇപ്പൊ നീ പറഞ്ഞത് കേട്ടിട്ട് ഞാനിവിടെ കിടന്ന് കരഞ്ഞ് അയ്യോ മോനെ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പറയല്ലേ, നീ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നൊക്കെ പറയുന്നു നീ വിചാരിച്ചോ? എന്നാ നിന്റെ തെറ്റിദ്ധാരണയാണത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു, അവള് നിന്റെ ലൈഫിൽ ഉണ്ടാവില്ല, നിനക്കത് വേണ്ടാന്നുള്ളത്. ഇനി നിനക്ക് അവളാണ് വലുതെന്ന് വെച്ചാൽ നിനക്ക് ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. പിന്നെ ഒരിക്കലും നിന്റെ ചേട്ടൻ, അച്ഛൻ, അമ്മ, അനിയത്തി എന്ന് പറഞ്ഞ് ഈ പടി നീ ചോട്ടരുത്. അപ്പു എടാ നിർത്തടാ, എന്തുവാ ഇത് കാട്ടുന്നത്? മാറി നിൽക്കണം. എടാ നീ ഇത് എന്തൊക്കെയാ കാട്ടുന്നത്? അച്ചു, നീ വ്യക്തമായിട്ട് കേട്ടോ, ഈ ശ്രീ ഇവർക്ക് ഇവരടുത്ത് മാത്രമേ സ്നേഹമുള്ളൂ, വേറെ ആരടുത്തും ഇവർക്ക് അവസാനം ഇല്ല. ഞാൻ എന്ത് തെറ്റാ അവരടുത്ത് ചെയ്തെന്ന് ചോദിച്ചു നോക്കൂ. ജീവനും ജീവിതം കൊടുത്തൊരു പെണ്ണെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? എടാ നീ ഒന്ന് സമാധാനപ്പെടും, നമുക്ക് എന്താണെങ്കിലും പറഞ്ഞു തീർക്കാം. ഇനി എങ്ങോട്ട്? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? അത് പറ. ഈ വീട്ടിൽ ഞാൻ വരുന്നത്, കിടക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കും എന്റെ കാര്യത്തിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണോ ഒന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയണ്ട. ആർക്കും അറിയല്ല അപ്പോ, ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം. അതുകൊണ്ടാണ് നീ പറയുന്നതും ചെയ്യുന്നതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നതും. എന്റെ പൊന്നപ്പു, ഞാൻ പറയണൊന്ന് കേക്ക്. നിന്റെ ഇത് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട്. നീ എന്താ അത് ചിന്തിക്കാത്തത്? ശരി, നിങ്ങൾ പറയുന്നത് എല്ലാത്തിനും കാരണമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അടുത്ത് ഇപ്പൊ ഈ അക്കു നിന്റെ ജീവിതത്തിൽ വേണ്ടാന്ന് പറഞ്ഞ അത് നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? അവൾ ഉപേക്ഷിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറഞ്ഞാൽ നീ ചെയ്യോ? ഇല്ലല്ലോ. ഉപദേശിക്കാൻ എല്ലാവർക്കൊന്നും കഴിയും. ആ ഉപദേശം പറയുന്നവനറിയില്ല അത് കേട്ട് നിൽക്കണവന്റെ മാനസികാവസ്ഥ എന്താകുന്നുള്ളത്. അപ്പു നിർത്ത്, മതി. ആ, അച്ഛൻ വന്നോ? അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് വ്യക്തമായിട്ട് ഉത്തരം തരൂ. ഞാൻ സ്നേഹിച്ച കുട്ടീൻ്റെ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് എത്ര ദേഷ്യം? അവളെ നിങ്ങൾ എന്താ ചെയ്ത്? എന്തിനാ നിങ്ങൾ എല്ലാവരും അവളെ നിന്ന് എന്നെ അകറ്റുന്നത്, എന്നിൽ നിന്ന് അവളെ അകറ്റുന്നത്? ഇതൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താ കിട്ടണത്? ഞങ്ങൾ ആരും അവളെ നിന്നിൽ നിന്ന് അകറ്റിയതല്ല, അവളായിട്ട് പറഞ്ഞതാ നിന്നെ വേണ്ടാന്നുള്ളത്. അത് നീ ഒന്ന് അംഗീകരിച്ചെന്നാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവളുടെ സ്നേഹം എന്താന്നുള്ളത് ഞാൻ അറിഞ്ഞതാ. പിന്നെ അവൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അവൾ അങ്ങനെ പറയൂ. സത്യം പറ, നിങ്ങൾ എന്താ അവൾ ചെയ്തത്? പറയാൻ. അപ്പു, ഞാൻ പറയണൊന്ന് കേക്ക്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിന്റെ പിന്നാലെ നീ പോവാൻ നിൽക്കരുത്. അതൊരിക്കലും കഴിയില്ല അച്ഛ, അതൊരിക്കലും മറക്കാൻ കഴിയില്ല എനിക്ക്. അവളെന്റെ എല്ലാമാണ്. അത് വിട്ട് കളയാൻ എനിക്ക് കഴിയില്ല അച്ഛ. അവൾക്കില്ലാത്ത നീ എന്തിനാ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അവക്കില്ലാന്നോ? ആര് പറഞ്ഞു? അവൾ എന്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞതാന്ന്, ഞാനില്ലാതെ അവൾക്ക് പറ്റില്ല എന്നുള്ളത്. നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞവളാ ഇന്ന് വേറൊരുത്തനെ കിട്ടി സന്തോഷത്തോടെ ജീവിക്കുന്നത്. എന്താ നിങ്ങളിത് എന്താ പറയുന്നത്? അയ്യോ, അപ്പൊ കാമുകരുതൊന്നും അറിഞ്ഞില്ലേ? 6-7 മാസം മുന്നേ അവളുടെ കല്യാണം കഴിഞ്ഞത്. അവളിപ്പോ സന്തോഷത്തോടെ ജീവിക്കുക. എന്റെ മോനോട് എങ്ങനെ ജീവിക്കുന്നു? നീ എന്താ, നിന്റെ അവസ്ഥ എന്താ ഇപ്പോ? അപ്പു, എടാ നിക്കടാ, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? എടാ അപ്പു നിക്ക്. എന്തായാലും പോയി ചാവൊന്നുമില്ല, തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അമ്മ, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇല്ലെങ്കിലേ ചേക്ക മനസ്സുടഞ്ഞ് നടക്കുക. അതിന്റെ ഇടയിൽ കൂടെ അമ്മ ഇങ്ങനെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എനിക്ക് വയ്യ അച്ചു അവനെങ്ങനെ കാണാന്. ഒരു കണക്കിന് നീ അങ്ങനെ പറഞ്ഞത് നന്നായി. മേ ബി ഇതിലെങ്കിലും അവൻ റെഡി ആയിരിക്കും. ഹലോ അരുണേ, നീ എവിടെയാ? എടാ ഞാൻ നിന്റെ വീടിന്റെ അടുത്തുണ്ട്. എന്താ പറ്റി? ഓക്കെ, നീ നേരം കൂട്ടുക. ആ ഇതേ വരുന്നടാ, ഒരു 5 മിനിറ്റ്. എടാ നമ്മളിത് അങ്ങോട്ടാ പോകുന്നു? കുറെ നേരമായല്ലോ.
നീ കുറച്ചേരം ഒന്ന് മിണ്ടാതിരിക്കി, അല്ലെങ്കിലേ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക ഞാൻ. ദൈവമേ, ഏത് നേരത്താണോ എന്റെ കൂടെ പുറപ്പെടാൻ തോന്നിയത്? പാലക്കാടോ? ഇവനെന്താ ഇവിടെ? അപ്പോ നമ്മളെന്താ ഇവിടെ? ഇനി നീ തൊള്ള തുറന്നാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു കുളിക്കും. എക്സ്ക്യൂസ് മീ, യെസ് സർ. ഗൈനക്കോളിക്? സ്ട്രൈറ്റ് ലെഫ്റ്റ്. എടാ പയ്യപ്പോ, ഞാനും വരുന്നത്. താനെന്തെവിടെ? അഗ്നി പ്ലീസ്, ഇത് ഹോസ്പിറ്റലാ, എന്റെ വീട്. ഭദ്ര പ്ലീസ്, hug me tightly. I can't. Please ഭദ്ര, please. എന്റെ ശിവനെ, ഇവനിത് എന്താ ചെയ്യുന്നത്? നാട്ടിൽ നിന്ന് കിട്ടുന്ന തല്ലിന്റെ എണ്ണം കുറഞ്ഞിട്ടാണ് ഈശ്വര ഇവന് കണ്ട നാട്ടിൽ നിന്ന് തല്ല് വാങ്ങി തരുന്നേ. അഗ്നി പ്ലീസ്, അഗ്നി എന്നൊന്ന് വീട്. നോ ഭദ്ര, I can't. ഇപ്പൊ ഞാൻ ഈ പിടി വിട്ട എനിക്കെന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും. സോറി, പ്ലീസ് hug me back. അഗ്നി, താൻ ഓക്കെ ആണോ? തനിക്ക് എന്താ പറ്റി? എന്റെ അടുത്ത് ഇപ്പൊ ഒന്നും ചോദിക്കില്ല പ്ലീസ്. ഞാനൊരു 10 മിനിറ്റ് കൂടെ ഇങ്ങനെ നിന്നോട്ടെ.